ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വിശ്വാസ പരിശീലന ക്ലാസ് ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സഹായകമാകണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് നിത്യം പ്രാർത്ഥിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ശ്രേഷ്ഠമായ കൽപ്പനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദൈവസ്നേഹം, സഹോദര സ്നേഹം ഇവയെക്കുറിച്ച് നാം കാണുകയുണ്ടായി. ഇന്ന് നാം കാണാൻ പോകുന്നത് ശത്രുസ്നേഹം, പരസ്നേഹത്തിൻ്റെ പാരമ്യം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഗാഗുൽത്ത മലയിലെ കുരിശുമരണത്തിലൂടെ ഈശോ ശത്രുസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക നമുക്ക് നൽകി. തന്നെ ഇത്രയേറെ പീഡിപ്പിച്ചിട്ടും പരിഹസിച്ചിട്ടും കുരിശിൽ തറച്ചിട്ടും അവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുവഴി ഈശോ നമുക്കൊരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. ഗാഗുൽത്ത മലയിലെ കുരിശുമരണത്തിലൂടെ ഈശോ ശത്രുസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക നമുക്ക് നൽകി. വേദന സഹിച്ച് കുരിശിൽ കിടന്ന ഈശോയെ ജനക്കൂട്ടം പരിഹസിക്കുകയാണ് ചെയ്തത്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കുറ്റവാളിയാകേണ്ടി വന്ന ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടായത്. അവിടുന്ന് ആരെയും ശത്രുവായി കരുതിയില്ല. തന്നെ ശത്രുവായി കരുതി പീഡിപ്പിച്ചവരെയും അവിടുന്ന് സ്നേഹിച്ചു. തന്നെ പടയാളികൾക്ക് ഒറ്റിക്കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്നാണ് ഈശോ വിളിച്ചത്. തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ തലവനായി അവിടുന്ന് ഉയർത്തി. അങ്ങനെ ശത്രുക്കളെയും ഒറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും സ്നേഹിച്ചുകൊണ്ട് പരസ്നേഹത്തിന്റെ പാരമ്യം ശത്രുസ്നേഹമാണെന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ലോക ചരിത്രത്തിൽ അന്നുവരെ മറ്റാരും പഠിപ്പിക്കാത്തതാണ് ശത്രുസ്നേഹത്തിന്റെ ഈ പാഠം. അതുകൊണ്ട് സ്നേഹിതരെ പോലെ ശത്രുക്കളെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹം കൊടുക്കുമ്പോൾ മാത്രമാണ് അത് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ ആഹ്വാനം. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതാണ് ലോക സ്വഭാവം. എന്നാൽ നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ ആഹ്വാനം മറിച്ചാണ്. അവിടുന്ന് പഠിപ്പിച്ചു: അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുസ്നേഹം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ഈശോ വിശദീകരിക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുവിൻ എന്നിങ്ങനെ ശത്രുസ്നേഹം പ്രകടമാക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഈശോ പഠിപ്പിച്ചു. ഈശോ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലെ സുപ്രധാന ഭാഗമായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയും ഈ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മോടും ക്ഷമിക്കുകയില്ല എന്നാണ് ഇതിനർത്ഥം. ശത്രു സ്നേഹത്തിന്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വ്യവസ്ഥ. അതിനാൽ ശത്രുക്കളോട് ക്ഷമിച്ചും
അവരെ സ്നേഹിച്ചും അവർക്കായി പ്രാർത്ഥിച്ചും നമുക്ക് ശത്രുവിനെ നമ്മുടെ മിത്രമാക്കി സ്വീകരിക്കാം. തെറ്റിൽ വീണു പോകുക എന്നത് മാനുഷികമാണ്. എന്നാൽ ക്ഷമിക്കുക എന്നത് ദൈവികമായ പ്രവൃത്തിയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നാം ദൈവിക സ്വഭാവത്തിൽ പങ്കുപറ്റുന്നത്. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമ്മോട് ശത്രുത പുലർത്തുന്നവരെയും സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. ഈശോ നൽകിയ പുതിയ കൽപ്പന. ഈശോയെ അനുഗമിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈശോ പറയുന്നത് പോലെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചും നന്മ ചെയ്തും നമ്മൾ ജീവിക്കണം. അന്ത്യ അത്താഴ വേളയിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ചു. വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ പ്രവൃത്തി ചെയ്തതിനു ശേഷം അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. അതിനുശേഷം ഈശോ ഒരു കൽപ്പനയും അവർക്ക് നൽകി. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എല്ലാ കൽപ്പനകളെയും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത ഈശോ അവയെല്ലാം സ്നേഹമെന്ന ഒറ്റ കൽപ്പനയിൽ ഒതുക്കി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് അവിടുന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. ഈ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് കാരുണ്യ പ്രവൃത്തികൾ. ആ കാരുണ്യ പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ശാരീരികങ്ങൾ 7. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്, അവശരെയും അഗതികളെയും സഹായിക്കുന്നത്, മരിച്ചവരെ അടക്കുന്നത്. ആധ്യാത്മികങ്ങൾ 7. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഈശോയുടെ സ്നേഹത്തിന് ചില സവിശേഷതകളുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണിത്. മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണിത്. ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണത്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണത്. ത്യാഗപൂർണമായ സ്നേഹമാണത്. എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹമാണത്. അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന്റെ ഈ സവിശേഷതകൾ നമ്മുടെ സ്നേഹത്തിലും ഉണ്ടാകണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ അവിടുത്തെ ശിഷ്യരായി തീരുന്നത്. സ്നേഹത്തിൽ വളരാനും സ്നേഹത്തിൽ നിലനിൽക്കാനും നമുക്ക് കഴിയണം. ഈശോയെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിന്റെ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് കഴിയും. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്ന നമുക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റി പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ തീരുമാനമെടുക്കാം. ഒരു പുതുവർഷത്തിന്റെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാഠഭാഗം എല്ലാവരും 3 പ്രാവശ്യം നന്നായിട്ട് വായിക്കണം. പാഠഭാഗത്തിന്റെ അവസാനം കിടക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി അയക്കുകയും ചെയ്യണം.